1 കൊരിന്ത്യർ 2 അധ്യായം 4-5 വാക്യങ്ങൾ. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ ആയിരുന്നത്. 1 കൊരിന്ത്യ ലേഖനം 2 അധ്യായം 4 മുതൽ 5 വരെയുള്ള വചനം വിശ്വാസത്തിൻ്റെ യഥാർത്ഥ അടിത്തറയെക്കുറിച്ച് സംസാരിക്കുന്നു. വാക്കുകളേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട നിരവധി സംഭവങ്ങൾ പഴയ നിയമത്തിലുണ്ട്. പുറപ്പാട് പുസ്തകം 4 അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ മോശെ തനിക്ക് സംസാര പ്രാവീണ്യമില്ല എന്ന് പരാതിപ്പെട്ടപ്പോൾ വാക്കുകളല്ല, തൻ്റെ ശക്തിയാണ് കൂടെ ഉണ്ടാവുക എന്ന് ദൈവം ഉറപ്പ് നൽകി. സഖറിയ പ്രവചനം 4 അധ്യായം 6 വാക്യം, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. മനുഷ്യൻ്റെ കഴിവല്ല, ആത്മാവിൻ്റെ ഇടപെടലാണ് കാര്യങ്ങൾ സാധ്യമാക്കുന്നത് എന്ന സത്യം ഇവിടെയുണ്ട്. 1 ശമൂവേൽ 17 അധ്യായം, ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിച്ചത് ആയുധബലം കൊണ്ടോ തന്ത്രം കൊണ്ടോ അല്ല, ദൈവനാമത്തിൻ്റെ ശക്തി കൊണ്ടാണ്. വിശുദ്ധ പൗലോസ് ഈ വചനം ഇവിടെ പരിശുദ്ധാത്മാവിനാൽ എഴുതുവാൻ കാരണം എന്താണ്? കൊരിന്തിലെ ആളുകൾ പ്രസംഗകരുടെ വാക്ചാതുര്യത്തിലും തത്വശാസ്ത്രപരമായ കഴിവുകളിലും ആകൃഷ്ടരായിരുന്നു. എന്നാൽ മനോഹരമായ വാക്കുകൾ കൊണ്ട് ഒരാളെ ബോധ്യപ്പെടുത്തിയാൽ അതിലും മികച്ച വാക്കുകൾ പറയുന്ന മറ്റൊരാൾ വരുമ്പോൾ ആ വിശ്വാസം തകർന്നു പോകാമെന്ന് വിശുദ്ധ പൗലോസ് ഭയപ്പെട്ടു. അതുകൊണ്ട് തൻ്റെ പ്രസംഗം കേവലം ബുദ്ധിപരമായ ഒന്നല്ലെന്നും അത് പരിശുദ്ധാത്മാവിൻ്റെ നേരിട്ടുള്ള ഇടപെടലാണെന്നും അദ്ദേഹം സ്ഥാപിക്കുന്നു. വിശ്വാസം മനുഷ്യൻ്റെ യുക്തിയിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ ഉറയ്ക്കാനാണ് വിശുദ്ധ പൗലോസ് ഇങ്ങനെ ചെയ്തത്. ഈ വചനത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ ഇവയൊക്കെയാണ്. 1, നമ്മുടെ വിശ്വാസം ആരെങ്കിലും നമ്മെ വാദിച്ചു തോൽപ്പിച്ചതുകൊണ്ടോ ആകർഷിച്ചതുകൊണ്ടോ ആകരുത്, മറിച്ച് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാകണം. 2, സുവിശേഷം കേവലം വിവര കൈമാറ്റമല്ല, അത് ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവില്ലാതെ ഹൃദയമാറ്റം സാധ്യമല്ല. 3, ദൈവത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മുടെ മിടുക്കിലല്ല, ദൈവത്തിൻ്റെ ആത്മാവിലാണ് നാം ആശ്രയിക്കേണ്ടത്. ചുരുക്കത്തിൽ സുവിശേഷം എന്നത് വിജ്ഞാനമല്ല, മറിച്ച് വിമോചനത്തിൻ്റെ ശക്തിയാണ്. മനുഷ്യൻ്റെ വാക്കുകൾ മാറിയേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയിൽ പണിയപ്പെട്ട വിശ്വാസം അചഞ്ചലമായിരിക്കും. ഇന്ന് ഈ വചനത്താൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.